ഈഴവ മുഖ്യമന്ത്രിക്ക് അയിത്തം കൽപ്പിക്കുന്ന കോൺഗ്രസ്. നാം 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം പിന്നിടുമ്പോഴും ജാതിമത വർണ്ണവ്യവസ്ഥകൾക്ക് അതീതമായി ചിന്തിക്കണം എന്ന് പറയുമ്പോഴും മത കക്ഷി രാഷ്ട്രീയ വ്യവസ്ഥകൾക്ക് അതീതമായി ഓരോ മേഖലയിലും വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം, പാർട്ടിസാൻസ് പൊളിറ്റിക്സ് തകരണം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ജാതിയും മതവും വംശവും കുലവും ജാതിമത സമവാക്യങ്ങളും ഒക്കെ നോക്കിയാണ് നമ്മുടെ രാഷ്ട്രീയം രൂപപ്പെടുന്നത്, നേതാക്കന്മാർ ഉണ്ടാകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രധാനമായും 3 പ്രബല വിഭാഗങ്ങളാണ് ഉള്ളത്. ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് ഹൈന്ദവർ, ഏതാണ്ട് 54.73%. 2-ാം സ്ഥാനത്ത് മുസ്ലിം വിഭാഗത്തിലുള്ളവർ, അവർ ഏതാണ്ട് 26.56% വരും. 3-ാം സ്ഥാനത്ത് ക്രൈസ്തവർ, അവർ 18.38% വരും. ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹൈന്ദവർ ഏതാണ്ട് 54.73% വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിൽ 25% വരുന്നത് ഈഴവ സമുദായാംഗങ്ങളാണ്. നായർ സമുദായാംഗങ്ങൾ ഉള്ളത് 12% താഴെയും. എന്ന് പറഞ്ഞാൽ ജനസംഖ്യയിൽ കേരളത്തിലെ ഏറ്റവും പ്രബലർ ഈഴവ വിഭാഗത്തിൽ ഉള്ളവരാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ നാം മറന്നുപോയ, ആരും ഉറക്കെ പറയുവാൻ മടിക്കുന്ന മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ഇന്ന് കേരളത്തിലെ ജനസംഖ്യയുടെ 18% ക്രിസ്ത്യാനികളാണ്. ഇവർ യെരുശലേമിൽ നിന്നും വന്നവരാണോ? അല്ല. ഇന്ന് വിവിധ ക്രൈസ്തവ സഭകളിലായി ചിതറിക്കിടക്കുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് മേനി നടിക്കുന്ന 90%-ലധികം ക്രിസ്ത്യാനികളും ഇവിടുത്തെ ഈഴവർ മുലക്കരം കൊടുക്കുവാൻ ഇല്ലാഞ്ഞിട്ടോ ജാതി വെറി ഭയന്നോ മാമോദിസ മുങ്ങി ക്രിസ്ത്യാനികൾ ആയവരാണ്. അതുപോലെ ഇവിടെയുള്ള 27%-ലധികം വരുന്ന മുസ്ലിമുകളിൽ ബഹുഭൂരിപക്ഷവും ഒരു 3 അല്ലെങ്കിൽ 4 തലമുറ മുമ്പ് സുന്നത്ത് നടത്തി ഇസ്ലാം ആയവരാണ്. അവരാരും മക്കയിൽ നിന്നോ മദീനയിൽ നിന്നോ വന്നവരല്ല. ക്ഷേത്രപ്രവേശനം നടത്തിയില്ലെങ്കിൽ ഇവിടെയുള്ള സകല ഈഴവന്മാരും മാമോദിസ മുങ്ങി ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആകും എന്ന് സർ CP ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയോട് പറഞ്ഞതിനെ തുടർന്നാണ് 1936 നവംബർ 12-ന് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. അതോടുകൂടി അവർണർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാനുള്ള ആ വിലക്ക് നീങ്ങിയത്, ഈ ക്ഷേത്രപ്രവേശനം യാഥാർത്ഥ്യമായത്. അന്ന് ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള സകല ഈഴവന്മാരും ഒന്നുകിൽ മാമോദിസ മുങ്ങി ക്രിസ്ത്യാനികളോ തുമ്പുമുറിച്ച് മുസ്ലിങ്ങളോ ആകുമായിരുന്നു. ഇന്ന് ജാതിമത സമവാക്യം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പള്ളിത്തന്തന്മാരും മൊല്ലാക്കന്മാരും സമുദായ മാടമ്പികളും ഒക്കെ നിന്ന് കീറുമ്പോൾ ആ പഴയ ചരിത്രമൊന്നും നിങ്ങൾ മറക്കരുത്, വന്ന വഴി മറക്കരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വാർത്ത. സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ഗുരുദേവ വചനങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈഴവർ ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും പ്രബല വിഭാഗമായി മാറിക്കഴിഞ്ഞു. സാമ്പത്തികമായി വളരെയേറെ പ്രബല ശക്തിയായി മാറി അവർ. സർക്കാർ സർവീസിൽ അവരാണ് ഇന്ന് 1-ാമത്. സി കേശവൻ, ഡോക്ടർ പൽപ്പു, ആർ ശങ്കർ, കുമാരനാശാൻ, CV കുഞ്ഞിരാമൻ, എത്രയോ മഹാരഥന്മാർ ഈ സമുദായത്തിൽ നിന്നും ഉണ്ടായി. VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ വരെ എത്രയോ പേർ. യഥാർത്ഥത്തിൽ ഈ സമുദായത്തിന്റെ ശാപം എന്ന് പറയുന്നത്, ഈ സമുദായത്തിന്റെ വില കളഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണ്. ഇയാൾ ജാതി പറഞ്ഞും വർഗീയത പറഞ്ഞും SNDP എന്ന പ്രസ്ഥാനത്തെ കുടുംബ സ്വത്താക്കി മാറ്റി. ഈ പ്രസ്ഥാനം കൊണ്ട് നന്നായവർ വെള്ളാപ്പള്ളിയും കുടുംബവും മാത്രമാണ്. ഇന്നുവരെ SNDP പ്രസ്ഥാനത്തിലൂടെ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. എന്നാൽ LDFിലൂടെ UDFിലൂടെ എത്രയോ മുഖ്യമന്ത്രിമാർ, സെൻട്രൽ മിനിസ്റ്റർമാർ, MP-മാർ, MLA-മാർ, പാർട്ടി അധ്യക്ഷന്മാർ ഉണ്ടായി. വെള്ളാപ്പള്ളിയുടെ കൂടെ നിന്ന സകലരും മുടിഞ്ഞ് മുണ്ടങ്കോലെടുത്തു. പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ ഇവരൊക്കെ SNDPയുടെ ലേബലിലാണോ വന്നത്? ഈഴവ സമുദായത്തിൽ ഇന്ന് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നത് ഈ വെള്ളാപ്പള്ളിയുടെ പിന്നാലെ നടക്കുന്നവർ മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇയാൾ ഈ സമുദായത്തിന്റെ ശാപവും അന്തകനും. ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനം കാലഹരണപ്പെട്ടതുമാണ്. ഈ പ്രസ്ഥാനത്തിന് വെള്ളാപ്പള്ളിക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ സമുദായാംഗങ്ങൾക്ക് ഓരോ പാർട്ടിയിലും അർഹമായ പ്രാതിനിധ്യം കിട്ടുമായിരുന്നു. ഇയാൾ നോക്കിയിട്ടുള്ളത് സ്വന്തം മകന്റെ കാര്യവും കുടുംബകാര്യവും മാത്രമാണ്. ആർ ശങ്കറിന് ശേഷം കോൺഗ്രസിൽ ഒരു ഈഴവൻ മുഖ്യമന്ത്രിയായിട്ടുണ്ടോ? വെട്ടി നിരത്തി ഈഴവരെ. ഈ 25%-ലധികം വരുന്ന ഈഴവർ 3 പാർട്ടികളിലായി ചിതറിക്കിടക്കുകയാണ്. LDF, UDF, BJP,
LDF-ൽ മുഖ്യമന്ത്രിയാകുവാനും മന്ത്രിയാകുവാനും ഒന്നും ഈഴവന് അയിത്തമില്ല. അതാണ് അവരുടെ വിജയത്തിൻ്റെ പരമരഹസ്യം. സമസ്ത മേഖലകളിലും ഈഴവർ കരുത്തോടെ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈഴവർക്ക് ഉന്നത സ്ഥാനങ്ങളിൽ അയിത്തം ഇപ്പോഴും കൽപ്പിച്ചിട്ടുള്ള ഏക പ്രസ്ഥാനം കോൺഗ്രസ് പാർട്ടിയാണ്. അവർ ഒരു കാലത്തും ഈഴവ നേതാക്കളെ മുന്നോട്ട് വരുവാൻ അനുവദിച്ചിട്ടില്ല, വെട്ടി നിരത്തിയിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയും മുതലല്ല. അതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം, പാരമ്പര്യം. കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറയുന്നത് എക്കാലവും സാമുദായിക പിന്തുണയിലായിരുന്നു എന്നതാണ് ചരിത്രം. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായ ഇഴവരിൽ നിന്ന് വളരെയേറെ അകന്നതാണ് കോൺഗ്രസിന് സംസ്ഥാനത്തുണ്ടായ വലിയ പരാജയം എന്നത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ സമ്മതിക്കുന്നുണ്ട് എങ്കിലും അവർ പക്ഷേ തിരുത്താൻ തയ്യാറല്ല. ഈഴവൻ അങ്ങനെ ഇവിടെ മുഖ്യമന്ത്രിയാവേണ്ട. 1962 ആർ ശങ്കർ മുഖ്യമന്ത്രിയായ ശേഷം സംസ്ഥാനത്ത് കോൺഗ്രസിൽ നിന്ന് ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഓർക്കുക, സംസ്ഥാന നിയമസഭയിൽ 44 അംഗങ്ങളുള്ള UDF-ൽ ഈഴവ സമുദായ പ്രാതിനിധ്യം ഇപ്പോൾ 1 മാത്രമായി, അതായത് കെ ബാബുവിൽ ഒതുങ്ങി. 1962 സെപ്റ്റംബർ 26 കേരള മുഖ്യമന്ത്രിയായ ആർ ശങ്കറിനെ കോൺഗ്രസിലെയും സഖ്യകക്ഷികളിലെയും സവർണ മതലോബികൾ നടത്തിയ ഗൂഢാലോചനയിലൂടെ താഴെയിറക്കിയ നടപടി കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. 1964 സെപ്റ്റംബർ 10 വരെ മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുവാൻ അദ്ദേഹത്തിനായുള്ളൂ. അതിനുശേഷം കോൺഗ്രസിൽ നിരവധി ഈഴവ നേതാക്കന്മാർ മന്ത്രിമാരായെങ്കിലും മുഖ്യമന്ത്രി പദവിയിലെത്തുവാൻ ആർക്കുമായില്ല. വക്കം പുരുഷോത്തമൻ, VM സുധീരൻ, വയലാർ രവി, മുല്ലപ്പള്ളി രാമേന്ദ്രൻ തുടങ്ങിയവർ MLA-മാരായും MP-മാരായും മന്ത്രിമാരും ഒക്കെ ആയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ മുല്ലപ്പള്ളിയെയും സുധീരനെയും ഒടുവിൽ K സുധാകരനെയും വരെ കോൺഗ്രസുകാർ തന്നെ അവഹേളിച്ച് താഴെ ഇറക്കിയതിനും ഈ കേരളം സാക്ഷ്യം വഹിച്ചു. കേരളം കണ്ട ഏറ്റവും കഴിവുറ്റ ആരോഗ്യമന്ത്രി എന്ന് പേരെടുത്ത VM സുധീരന് വെറും 14 മാസം മാത്രമേ ആ സ്ഥാനത്ത് തുടരാനായുള്ളൂ. ഈഴവ സമുദായം കോൺഗ്രസിൽ നിന്ന് അകന്ന് CPM-ലേക്കും BJP-യിലേക്കും പോകുന്നതിന് തടയിടുവാനുള്ള പദ്ധതികളൊന്നും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ചുക്കുവാൻ പിടിക്കുന്നവർക്കും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. ഓർക്കുക, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 20% വോട്ട് പിടിച്ചു. അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലത്തിൽ ജയപരാജയങ്ങൾ തീരുമാനിക്കുവാനുള്ള ഒരു ശക്തിയായി മാറി അവർ. സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഇപ്പോൾ ഈഴവ സമുദായക്കാരായ നേതാക്കന്മാർ വിരലിലെണ്ണാവുന്നവർ മാത്രമാണുള്ളത്. നോക്കുക, K സുധാകരനെ എത്ര അപമാനിച്ചാണ് ഇവർ മാറ്റി നിർത്തിയതെന്ന്. അതേസമയം നായർ സമുദായത്തിൽപ്പെട്ട എത്ര നേതാക്കന്മാർ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തമ്മിലടിക്കുന്നു. കേക്കച്ചൻ നായർ, ചെന്നിത്തല നായർ, KC വേണുഗോപാലൻ നായർ, ശശി തരൂർ നായർ, ശിവകുമാരൻ നായർ, തിരുവഞ്ചൂർ നായർ, അങ്ങനെ എത്ര നായന്മാർ. ലോട്ടറി അടിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു നായരിൽ കൊണ്ട് മുഖ്യമന്ത്രി പദം കിട്ടും. നായർ ലോബി അച്ചായന്മാർ കിട്ടും പണി കൊടുത്തു. പക്ഷെ അവന്മാർ ഇതൊന്നും തിരിച്ചറിയുന്നില്ല. വെറും ഒരു മൊണ്ണയെ, ഒരു അരമന കിങ്ങിണിയെ കൊണ്ട് KPCC അധ്യക്ഷ പദത്തിൽ ഇരുത്തി അലങ്കാരമായി. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉന്നത വിജയം സമ്മാനിച്ച K സുധാകരനെ അവസാന നിമിഷം ആട്ടിപ്പുറത്താക്കി. 12% താഴെ ജനസംഖ്യയുള്ള നായന്മാരിൽ ഇപ്പോൾ 4%, LDF-ലും 4%, BJP-യിലും വെറും 2% UDF-ൽ ഉള്ളതും ഇവർ ഓർക്കണം. പക്ഷെ എത്ര നായർ നേതാക്കന്മാർ, മുഖ്യമന്ത്രി കസേര മോഹികൾ. കേരളത്തിലെ ഈഴവ സമുദായാംഗങ്ങൾ കോൺഗ്രസിനോട് ഇത്തവണ ചോദിക്കേണ്ടുന്ന ചോദ്യം ഇതാണ്: ജാതിമത സമവാക്യങ്ങൾ നിങ്ങൾ പാലിക്കുന്നവരാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ഇത്രയും കാലം ഞങ്ങളെ നിങ്ങൾ പടിക്ക് പുറത്ത് നിർത്തി. ഇനി അത് ആവർത്തിക്കാൻ പറ്റില്ല. കേരളത്തിലെ ഏറ്റവും പ്രബല വിഭാഗമാണ് ഞങ്ങൾ. ഇത്തവണ നായന്മാർ അടിയുണ്ടാക്കാതെ മാറി നിൽക്കുക. K സുധാകരനെയോ അടൂർ പ്രകാശിനെയോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുക. K സുധാകരനോടുള്ള പ്രായശ്ചിത്തം ഇങ്ങനെയെങ്കിലും ആവട്ടെ. അല്ലെങ്കിൽ അടൂർ പ്രകാശ്. എത്ര നല്ല വിനയമുള്ള കുലീനമായ പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന് കക്കുകയോ മോട്ടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കുടുംബത്തിൽ പിറന്നവൻ. കേക്കച്ചനെ പോലെ മണി ചെയിൻ തട്ടിപ്പുകാരനും ഒന്നുമല്ല. ഇത്തവണ ഈഴവ സമുദായാംഗങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാതെ ഞങ്ങൾ കോൺഗ്രസുമായി സഹകരിക്കത്തില്ല എന്ന നിലപാടെടുത്താൽ ആർ ശങ്കറിന് ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കേരളത്തിൽ ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാവും. 2026 ഉറപ്പ് എഴുതി വെച്ചു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.